കാരണം എങ്ങനെ അന്വേഷിച്ചാലും ഈ പറയുന്ന അജിത് കുമാറിൻ്റെ ഇൻവോൾവ്മെന്റ് തൃശ്ശൂർ പൂരം കലക്കലിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് DGP ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തീരുമാനമില്ല. ആ റിപ്പോർട്ട് പ്രകാരം സ്ഥലം മാറ്റി ഇരുത്തിയാൽ പോരാ, സസ്പെൻഡ് ചെയ്യേണ്ടി വരും. സസ്പെൻഡ് ചെയ്താൽ അജിത് കുമാറിനെ തൊട്ടാൽ, പി ശശിയെ തൊട്ടാൽ എന്ത് സംഭവിക്കും കേരളത്തിൽ എന്ന് നമുക്കറിയില്ലെങ്കിലും അതറിയുന്ന ഏക വ്യക്തി ആരാണ്? ഏക വ്യക്തി ബഹുമാനപ്പെട്ട CM ആണ്. CM മാത്രമാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല. അവിടെയാണ് വിഷയം. ഇപ്പൊ ഞാൻ ഇന്നലെ ഒന്ന് ചെന്നൈയിൽ പോയി. എൻ്റെ അമ്മോ, എന്തെല്ലാം പുകിലാണ്, എന്തെല്ലാം വാർത്തകളാണ്. ഞാൻ അവിടെ പോയി എന്നാൽ ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നിലപാടുള്ള ഒരു പാർട്ടി ദ്രാവിഡ മുന്നേറ്റ കഴകം ഇന്ന് ഇന്ത്യയിൽ. ഒരു സംശയവും നിങ്ങൾ കരുതണ്ട. ആ നേതാവിനെയും ആ പാർട്ടിയെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ RSSന്റെ കേന്ദ്രത്തിലേക്ക് പോണോ? ഞാൻ RSSന്റെ കേന്ദ്രത്തിലേക്കാണ് പോയതെങ്കിൽ എല്ലാ സപ്പോർട്ടും നൽകുമായിരുന്നല്ലോ ഈ ഗവൺമെന്റ്. ഇന്ന് എന്തുണ്ടായി എന്നറിയോ നിങ്ങൾക്ക്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഒരു സെക്രട്ടറി ആദ്യത്തെ ഫ്ലൈറ്റിന് ചെന്നൈ പോയിരിക്കുക. അവിടെ ഇന്ന് എയർ ഷോ നടക്കുക, ഡിഫൻസിന്റെ. ആ എയർ ഷോ കാണാൻ പോയിരിക്കുന്നു. ആര്? ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി. അവിടെ പോയി തിരക്കി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ച് എനിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഞങ്ങൾ ഇവിടുന്ന് തള്ളിയതാ. എനിക്ക് കിട്ടിയ വിവരമാണ്. അപ്പോ എന്താ ഉദ്ദേശം? എന്താണ് DMK? ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തിയെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കാൻ അനുവദിച്ചിട്ടില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി ചെന്നൈയിൽ നടന്നൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ട് എത്ര അറിയോ നിങ്ങൾക്ക്? നോട്ടക്ക് പുറകിൽ. എത്ര ശതമാനമാണ് ഹൈന്ദവർ തമിഴ്നാട്ടിൽ എന്ന് നിങ്ങൾക്കറിയോ? 83% ഹൈന്ദവരുള്ള തമിഴ്നാട്ടിൽ വർഗീയത മാത്രം പ്രസംഗിക്കുന്ന, മനുഷ്യരിൽ വിഭാഗീയത മാത്രം വിൽക്കുന്ന, മനുഷ്യരെ പരസ്പരം വെട്ടിമുറിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ ഫാസിസ്റ്റ് സംഘടന നോട്ടക്ക് പുറകിൽ. ആ നേതാവിനെ ഞാൻ തെരഞ്ഞു പോകാതിരിക്കുവോ? ഇവിടെ ഒരു അത്താണി വേണ്ടേ? ഞാൻ നടത്തിയ ഒരു അത്താണിക്ക് വേണ്ടിയുള്ള പരിശ്രമം പോലും അതിൻ്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നു ഫാസിസത്തിന്റെ മറ്റൊരു മുഖം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 40 പാർലമെന്റ് അംഗങ്ങളാണ് തമിഴ്നാടിനുള്ളത്. തമിഴ്നാട്ടിലെ DMK കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ള മുഴുവൻ ഘടകകക്ഷികളെയും കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ പാർട്ടിക്ക് നിർലോഭമാണ് സീറ്റുകൾ കൊടുത്തത്. 9 സീറ്റ് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നു, 2 സീറ്റ് CPM-ന് കൊടുത്തിരിക്കുന്നു, അങ്ങനെ മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുന്നു. സോറി, പാർലമെന്റിലില്ല. ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും. CPM-ന്റെ സീറ്റ് കോയമ്പത്തൂരായിരുന്നു. പക്ഷേ കോയമ്പത്തൂർ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണയമലൈ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നൊരു 4 or 5 സീറ്റ് പിടിച്ചെടുക്കണമെന്ന വാശിയുള്ള പാർട്ടി. അമിത്ഷായും മോഡിയും നിരന്തരമായി
തമിഴ്നാട്ടിൽ കയറി ഇറങ്ങുന്നു. കോയമ്പത്തൂരിൽ BJP സാന്നിധ്യം ഉറക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. എന്ത് ചെയ്തു സ്റ്റാലിൻ? കോയമ്പത്തൂർ സീറ്റ് DMK ഏറ്റെടുക്കുന്നു. എന്നിട്ടോ ലീഗിന്റെ ഉറച്ചുകോട്ട മലപ്പുറം എന്ന് പറയുന്നത് പോലെ DMKയുടെ ഉറച്ച കോട്ട ഡിണ്ടിഗൽ. ആര് നിർത്തിയാലും ജയിക്കും. അവിടെയാ സീറ്റ് കൊടുത്തു CPM-ന്. എന്നിട്ട് അണ്ണാമലയ്ക്കെതിരെ പോരാടി ഈ പാർട്ടി. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ബഹുഭൂരിപക്ഷത്തിന് അവിടെ പരാജയപ്പെടുത്തി DMK ജയിച്ചു. തമിഴ്നാട്ടിൽ ഒരാൾക്ക് ഒരു സീറ്റ് പോലും BJPക്ക് കൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച ആ പാർട്ടി 40-ൽ 40 സീറ്റും നേടിയെടുത്തു.